तू जाकर कुछ हो गया ना हमारी हालत कैसी होगी. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ സ്പോക്കൻ ഹിന്ദി ക്ലാസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതാണ് സെൻറ്റൻസ്. तू जाकर कुछ हो गया ना हमारी हालत कैसी होगी. तू जाकर നീ പോയിട്ട്, तू जाकर कुछ हो गया ना, कुछ എന്ന് പറഞ്ഞാൽ കുറച്ച്, कुछ हो गया ना എന്ന് പറയുന്നത് कुछ हो गया ना എന്തെങ്കിലും സംഭവിച്ചാൽ എന്നുള്ളതാണ് അർത്ഥം, എന്തെങ്കിലും പറ്റിയാൽ എന്നുള്ളതാണ് കുച്ച് ഹോഗയാന. എന്തെങ്കിലും പറ്റിയാൽ കുച്ച് ഹോഗയാന കുച്ച് ഹോഗയാന. ഹോഗ എന്ന് തന്നെ പറയുന്നത് തന്നെ സംഭവിക്കുക, ഫ്യൂച്ചറിലെ കാര്യത്തിലാണ് വരുന്നത്. അപ്പോൾ തൂ ജാക്കർ കുച്ച് ഹോഗയാന, നീ പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ഹമാരി ഹാലത്ത്, നമ്മുടെ അവസ്ഥ കൈസി ഹോഗി, എങ്ങനെ ആയിരിക്കും, എത്ര വിഷമമുണ്ടാവും. അത് ഈ മനസ്സിലാക്കിയോ? तू जाकर कुछ हो गया ना हमारी हालत, നമ്മുടെ ഹാലത്ത്, നമ്മുടെ അവസ്ഥ, ഹാലത്ത് എന്ന് പറഞ്ഞ അവസ്ഥ, കേസി കേസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ, കേസി ഹോഗ എങ്ങനെ ആയിരിക്കും. നീ മനസ്സിലാക്കിയോ? तू जाकर ഈ പോയിട്ട്. അപ്പോൾ വേറൊരു ഉദാഹരണം നോക്കൂ. तू जाकर उधर सामान ले आओ, तू जाकर सामान ले आओ. तू जाकर നീ പോയിട്ട് സാമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം, സാമാൻ ലേ ആവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. കൊണ്ടുവരിക, നീ സാധനം കൊണ്ടുപോവാ, നീ പോയിട്ട് സാധനം കൊണ്ടുപോവാ. ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എടുക്കുക എന്നുള്ളതിലാണ്. സാമാൻ ലേയോ, സാമാൻ എടുത്തോ. ലേ ആവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരൂ, ലേ ആവോ എടുത്തു വരൂ, നീ പോയിട്ട് സാധനം എടുത്തിട്ട് വാ. തൂ ജാക്കർ സാമാൻ ലേ ആവോ. മനസ്സിലായോ? അതാണ് പറഞ്ഞത്. തൂ ജാക്കർ എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടി പറഞ്ഞതാണ് അർത്ഥം, വേറൊന്നുമില്ല. നമുക്കിങ്ങനെ ഉദാഹരണങ്ങൾ ഉണ്ടാക്കുക, അതിൽ നിന്ന് പുതിയ വാക്കുകൾ പഠിക്കുക, ഓരോരോ ശൈലികൾ പഠിക്കുക, അതാണ് നമ്മളെ പ്രധാന ലക്ഷ്യവും. തൂ ജാക്കർ സാമാൻ ലേ ആവോ, കൊണ്ടുപോവാ. പിന്നെ നേരത്തെ പറഞ്ഞതിന് തൂ ജാക്കർ കുച്ച് ഹോഗയാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറൊരു ഉദാഹരണം നോക്കൂ. ഇത് വേറെ എന്നാന്നേ, ക്യാ ഹോ ഗയാ ഭായ്, എന്താ പറ്റിയത്, ബായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരാന്ന്. ക്യാ ഹോ ഗയാ ഭായ്, എന്ത് പറ്റി ബ്രോ, നമ്മൾ ചോദിക്കില്ലേ, ഇപ്പോഴത്തെ ചെക്കന്മാരൊക്കെ ചോദിക്കുന്ന ബ്രോ, എന്ത് പറ്റി ബ്രോ, അതെന്നാണ് ക്യാ ഹോ ഗയാ ഭായ്. ക്യാ പരേഷാൻ ഹേ, ക്യാ കുച്ച് ഹോ ഗയാ, ക്യാ ഹോ ഗയാ ഭായ്, എന്താ പറ്റിയ മോനെ. പിന്നെ വേറൊന്നും കൂടി പറഞ്ഞുതരാം, അതൊരു സെൻറ്റൻസ് അടുത്തത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോ ഗയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ എടാ ഹേയ് എന്നുള്ള ഹോ ഗയാ കഴിഞ്ഞോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഹോ ഗയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യചിഹ്നമായിട്ട് വരുന്നവരോ, ഹോ ഗയാ കഴിഞ്ഞോ, ഹോ ഗയാ സാർ, ഹോ ഗയാ കഴിഞ്ഞു എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. ഇതൊക്കെ ഓരോരോ ഉദാഹരണങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചില വാക്കുകളൊക്കെ പല തരത്തിൽ പല കോലത്തിൽ വരുന്നവരും അർത്ഥങ്ങളൊക്കെ മാറും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് വാക്കുകൾ അർത്ഥം പഠിക്കുന്നവരും ഇതുപോലെ സെൻറ്റൻസുകളൊക്കെ പഠിക്കുന്നവരും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഇതിലേക്ക് കടന്നു വരും. കുച്ച് ഹോ ഗയാ നാ ഭായ്, ഹോ ഗയാ ക്യാ ഹോ ഗയാ. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്ത തൂ ജാക്കർ കുച്ച് ഹോ ഗയാ നാ ഹമാരി ഹാലത്ത് കേസി ഹോഗി, നമ്മുടെ ഹാലത്ത്, നമ്മുടെ അവസ്ഥ, കേസി ഹോഗി എങ്ങനെയായിരിക്കും. ഓക്കെ, ഇന്നത്രയ്ക്കാണ് എടുത്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു ക്ലാസ് എടുത്തത്, ഞാൻ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. എല്ലാവരും ഒരു ലൈക്ക് അടിക്കുക, ആവശ്യക്കാരിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയിൽ കാണാം. നന്ദി.